മാതാപിതാക്കൾക്കെന്നുമെന്നും കരുണകൾ, മരിച്ചെങ്കിലും ചെയ്യേണ്ടതാണ് നന്മകൾ. അവരല്ലയോ നമുക്കുള്ള അമരം തന്നെ, അവരുള്ള കാലം ഹാപ്പിയാണ് പൊന്നെ. അവരൊക്കെയും മൗത്തായി പോയാൽ പിന്നെ കുടുംബങ്ങളിൽ ബന്ധം കുറഞ്ഞത് തന്നെ. അവർക്കുള്ള സ്നേഹിതന്മാരെ ബഹുമാനിക്കണം, അത് നന്മയാ മാതാപിതാക്കളിൽ അറിയണം. ഒരു 10 മക്കളെ പോറ്റുവാൻ ഉമ്മ മതി, അവർ പൊന്നുപോലെ വളർത്തുമെന്ന സ്ഥിതിഗതി. 10 മക്കൾ എങ്കിലും അവരൊക്കെയും ബിസിയാണവർക്ക് ടൈമുമില്ല തീരെയും. വാപ്പ മരിച്ചു പിന്നെ ഉമ്മയെ നോക്കുവാൻ ആളില്ല, മക്കൾക്കില്ല സമയം എത്തുവാൻ. മരുമക്കളും മക്കൾക്കുമെല്ലാം ജോലിയാ, ഉമ്മാനെ തട്ടി കളിക്കലോ ഒരു ഹോബിയാ. നടക്കുന്നുമുണ്ടിതുപോലെ എന്നത് സത്യമാ, പല വീട്ടിലും ഇത് ഉള്ളതും യാഥാർത്ഥ്യമാ. ഉമ്മാന്റെ സങ്കടം പറയുവാൻ ആളില്ല, ഇതുപോലെയുള്ള ഉമ്മമാർ കുറവല്ല. ഉമ്മ മരിച്ചാൽ വാപ്പക്കുള്ള അവസ്ഥയും ഈ രീതിയിൽ തുടരുന്നു പല പല കാഴ്ചയും. മാതാപിതാക്കൾ ചെറിയവന്റെ കൂടെയാ, നോക്കേണ്ടതും അവനാണ് എന്നൊരു രീതിയാ. മക്കൾക്ക് എല്ലാവർക്കുമുണ്ട് ബാധ്യത എന്നുള്ളതും തന്നാണ് പൊന്നെ വസ്തുത. ചില മക്കളുണ്ട് കാണും അവരിൽ മാതൃക, അത് വലിയ തൗഫീഖാണ് എന്നത് ഓർക്കുക. വിദേശത്തുള്ള ജോലിയും മതിയാക്കി, മാതാപിതാക്കളെ നോക്കലും പതിവാക്കി. അവർക്കുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയവും ചിലവാക്കിടുന്ന മക്കളുണ്ട് ചുരുക്കവും. അത് വലിയ തൗഫീഖാണ്, ഭാഗ്യം തന്നെയാ. മീസാനിൽ അതിനാൽ ഭാരമോ അത് ഏറെയാ. മാതാപിതാക്കൾക്കൊക്കെയും തണലേകണം, ഖുർആന്റെ കൽപ്പനയാണിതെന്ന് നീ ഓർക്കണം. പ്രായം നമുക്കും വന്നിടും ഈ കാര്യം, ഓർമ്മിക്കലും സുഹൃത്തുക്കളെ അനിവാര്യം. നാം എങ്ങനെ പെരുമാറി നമ്മുടെ മക്കളിൽ പെരുമാറുമെന്ന മക്കളും ആ രീതിയിൽ. നാം കൊച്ചു കുട്ടികളായപ്പോൾ അവരുമ്മയാ, എല്ലാവരും പറയുന്നു ഇത് എൻ്റെ ഉമ്മയാ. മാതാപിതാക്കളിൽ പിന്നെ പ്രായം കൂടി, അത് മാത്രമല്ല രോഗവും പിടികൂടി. വല്യാത്തയും ചെറിയാത്തയും കുഞ്ഞാത്തയും നോക്കട്ടവർക്കും ഉള്ളതാണീ ഉമ്മയും. ഉമ്മ നടക്കും പിന്നെ ചെറിയൊരു കവറുമായി, ഒരു ജോഡി ഡ്രസ്സും ഉണ്ട് കവറിൻ്റെ ഉള്ളിലായി. വാപ്പാന്റെ സങ്കടം ഉമ്മയോടാ പറയലും, ഉമ്മാന്റെ ദുഃഖം വാപ്പയോടാ മൊഴിയലും. ഇവ 2 പേരിൽ നിന്നൊരാൾ മരിച്ചാല് തീരാത്ത വിഷമം തന്നെയാണ് ഇണയില്. നാം വലിയ ആളായി പഠിച്ചുയർന്നാലും സമ്പത്തുകൾ ധാരാളമുണ്ടെന്നാലും മാതാപിതാക്കൾ എന്നുമെന്നും മേലെയാ. നമുക്കുള്ള ഗ്രാഫ് സോദര അത് താഴെയാ. മാതാപിതാക്കൾക്കുള്ള തൃപ്തി ലഭിക്കുവാൻ, കൂടാതെ റബ്ബേ നിന്റെ റിളയും കിട്ടുവാൻ തൗഫീഖ് റബ്ബേ ഇനിയും കനിയണേ. ഈ പാപിയിൽ നീ എന്നും ചൊരിയണേ. നബിക്കും സഹാബത്താലിനും നീ നിത്യമായി സലാത്തും സലാമും ചൊല്ലു റബ്ബേ കാമിലായി.